ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങിയ അനന്തപുരി മാർച്ച് 3 നടക്കാനിരിക്കുന്ന പൊങ്കാല സമർപ്പണത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തും. ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കൽ അവസാനവട്ട മിനുക്കുപണിയിലാണ്. ആറ്റുകാൽ ദേവി സന്നിധി എന്തായാലും ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ കാഴ്ച ഇനി ഇതേ വരി തന്നെ ആവർത്തിക്കേണ്ടി വരും. മാർച്ച് 4-ാം തീയതി വരെ ഈ കാഴ്ച തന്നെയാകും ഉണ്ടാകുക. ആ കാത്തിരിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് കൂട്ടരെയാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും നമുക്ക് ഈ ക്ഷേത്ര സന്നിധിക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഒന്ന്, ഒരു കൂട്ടം മാതാപിതാക്കളാണ് ഈ കുത്തിയോട്ട വൃദ്ധം അനുഷ്ഠിക്കുന്ന കുട്ടികളെ കാണാൻ അവർക്ക് അവസരം ലഭിക്കുന്നത് ഈ സമയത്താണ്. അപ്പോൾ അവരെന്തായാലും ഇവിടേക്ക് വന്ന് അവരെ കുഞ്ഞുങ്ങളെ ഒരു നോക്ക് കാണുന്നു, കൈ ഉയർത്തി കാണിക്കുന്നു. അത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊങ്കാല ദിവസത്തിന് മുൻപ് ഈ ഉത്സവം നടക്കുന്ന ദിവസങ്ങളിൽ അമ്മയൊന്ന് കണ്ട് തൊഴുതു മടങ്ങുക എന്ന ആഗ്രഹവുമായി പല ജില്ലകളിൽ നിന്ന് വന്ന ആളുകളെ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും ഈ കാത്തിരിപ്പെന്ന് പറയാൻ കഴിയാത്തത്ര രീതിയിൽ ഭക്തിയിൽ ലയിച്ച് അത്രമാത്രം മനസ്സ് അലിഞ്ഞ് ആളുകൾ വന്ന് നിൽക്കുകയാണ്. കാരണം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അതിന് ആതിഥേയം വഹിക്കുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ അതിന് എല്ലാ ക്രമീകരണങ്ങളും എല്ലാ വർഷത്തെയും പോലെ ഒരുക്കിയിട്ടുണ്ട്. കാരണം എത്രമാത്രം ആഗ്രഹത്തോടു കൂടിയാണോ ഓരോ വർഷവും ഞങ്ങൾക്ക് വീണ്ടും ഇവിടേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എത്തുന്നത്. ആഗ്രഹത്തെ അത്രമാത്രം ഉത്തേജിപ്പിക്കുക, ആഗ്രഹത്തെ അത്രമാത്രം പിന്തുണയ്ക്കുക, ആഗ്രഹത്തെ അത്രമാത്രം സ്നേഹത്തോടെ കാണുക എന്നുള്ളതാണ് തിരുവനന്തപുരം എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അതുതന്നെയാണ് ഇക്കൊല്ലവും ഉള്ളത്. വലിയ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒന്ന്, വാഹന നിയന്ത്രണമാണ്. അത് അമ്പലത്തിൻ്റെ അങ്കണത്തിലേക്ക് വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നൊരു സ്ഥിതിയില്ല. പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ദിവസങ്ങൾ അങ്ങോട്ട് പോകുള്ളൂ. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് പൊങ്കാലയിലേക്കുള്ളത്. ആ ദിവസത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകും. ഈ ആളുകളെല്ലാവരും തൊഴുതു മടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരുടെ മുഖത്ത് ആ സംതൃപ്തിയും സന്തോഷവും എല്ലാം നമുക്ക് നന്നായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. അവരുടെ ആഗ്രഹവും ഒപ്പം ഈ ഒരു തയ്യാറെടുപ്പും തിരുവനന്തപുരത്തിൻ്റെ തയ്യാറെടുപ്പും എല്ലാം നന്നായി മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം മുഖം ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ്. ആ മുഖങ്ങൾ ഇവിടെ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അനൂപ്, രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.